ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വികാരി ജനറാളച്ചൻ്റെ ഭോഷത്വം. എൻ്റെ ഒരു സുഹൃത്ത് ഞാനുമായി പങ്കുവെച്ച ഒരു സംഗതി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങളുമായി പങ്കുവെക്കണോ പങ്കുവെക്കണ്ടേ എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. അവസാനം ഞാൻ തീരുമാനിച്ചു ഇത് പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സഭ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം. ആ പ്രശ്നത്തിലുള്ള പരിഹാരത്തിലേക്കും അത് വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആർക്കും അവമാനമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പേരുകളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. പക്ഷെ സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരല്പം പോലും അതിശയക്തിയോ അല്പം പോലും ഇങ്ങനെ അത്യുക്തിയോ ഒന്നും തന്നെ ഇല്ല. സത്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഈ എൻ്റെ സുഹൃത്ത്, ഞാനുമായി പങ്കുവെച്ച സുഹൃത്ത് ഒരു രൂപതയിലെ വികാരി ജനറാളച്ചനെ ഫോൺ വിളിച്ചു. സിഞ്ചല്ലൂസ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയേണ്ടത്. നമ്മൾ പണ്ട് വികാരി ജനറാൾ എന്ന് പറയും, ഇപ്പം സിഞ്ചല്ലൂസ് ആണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ സുഹൃത്ത് ചോദിച്ചു, അച്ചോ എന്താണ് ഇപ്പോഴും കുർബാന അർപ്പണത്തിൽ ഒരു ഏകീകൃത സ്വഭാവം കൈവരിക്കാത്തത്? നമ്മൾ സിനഡ് കുർബാന അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനൊരു ഏകീകൃത സ്വഭാവം വന്നിട്ടില്ല. പല രൂപതകളിലും തക്സിലുള്ളതുപോലെയൊക്കെ ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും അങ്ങനെയൊക്കെ മെത്രാന്മാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇപ്പോഴും ഓരോ അച്ഛൻ്റെ കുർബാനയും ഓരോ തരത്തിലാണ്. ഒരു ഏകീകൃത സ്വഭാവം വന്നിട്ടില്ല. കേരളത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ ഒരു രീതി, മധ്യ കേരളത്തിൽ മറ്റൊരു രീതി, പിന്നെ വടക്കൻ കേരളത്തിൽ ഏതാണ്ട് തെക്കിനോട് ചേർന്ന് പോകുന്ന ഒരു വിധം ഉള്ള രീതി. അപ്പോൾ ഇങ്ങനെ ലിറ്റർജിയുടെ കാര്യത്തിൽ മാത്രമല്ല, അടിസ്ഥാനപരമായ ലിറ്ററേച്ചർ കാര്യത്തിൽ മാത്രമല്ല, നമ്മളൊരു പള്ളി ചെന്നാൽ എപ്പോൾ മുട്ടുകുത്തണം, എപ്പോൾ ഇരിക്കണം, ഇതിനൊക്കെ ഒരു ആശയക്കുഴപ്പമാണ്. അപ്പോൾ ഒരു ഏകീകൃത സ്വഭാവം വന്നിട്ടില്ലല്ലോ. നമുക്കൊരു ആശയക്കുഴപ്പം. ഈ ഒരു പള്ളിയിൽ പോയി, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന പള്ളിയിലല്ലാതെ മറ്റൊരു പള്ളിയിൽ പോയാൽ അവിടെ ഇരിക്കുന്ന നേരം, നിൽക്കുന്ന നേരം, മുട്ടുകുത്തുന്ന നേരം ഒക്കെ വ്യത്യാസം. അതുപോലെ തന്നെ ആചാരങ്ങൾ വ്യത്യാസം. ചില അച്ഛന്മാർ സർവാധീനം പാടുമ്പോൾ കർത്താവിലേക്ക് തിരിയും, ചിലർ തിരിയില്ല. അങ്ങനെ തിരിയണമെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഇങ്ങനെയുള്ള വരട്ട് തത്വശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂഷനാണ് അച്ചോ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഏകീകൃത സ്വഭാവം വരാത്തത്? തെക്ക് ഒരു രീതി, നടുക്കൊരു രീതി, വടക്കൊരു രീതി, ഇങ്ങനെ എന്തുകൊണ്ടാണ് എന്നാണ് ഈ സുഹൃത്ത് വികാരി ജനറാൾ വെച്ചാൽ രൂപതയിൽ മെത്രാൻ കഴിഞ്ഞാൽ പിന്നത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. അവരാണ് രൂപതയെ നയിക്കുന്നവർ. അപ്പം എന്താണ് അച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ വികാരി ജനറൽ പറഞ്ഞ മറുപടി, ഈ തെക്കുള്ളവർ യാക്കോബായ, ഓർത്തഡോക്സ് തുടങ്ങിയ സഭകളിൽ അംഗങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ഈ തെക്കുള്ളവർ ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളിയിലുള്ളവരൊക്കെ ഓർത്തഡോക്സ്, പിന്നെ യാക്കോബായ സഭകൾ അവരുടെ ഇടയ്ക്കുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഓർത്തഡോക്സ് ചായ്വുണ്ടാകും, യാക്കോബായ ചായ്വുണ്ടാകും, അതായത് ഒരു പൗരസ്ത്യ ചായ്വുണ്ടാകും, കൽദായ ചായ്വുണ്ടാകും. അതിന് കാരണം അവർ ആ സഭയുടെ അംഗങ്ങൾ, യാക്കോബായ ഓർത്തഡോക്സ് സഭകളുടെ അംഗങ്ങൾ ജീവിക്കുന്നതിനിടയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ലത്തീൻ സഭയുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ കുർബാനയ്ക്ക് ലത്തീൻ പാരമ്പര്യത്തിൽ ഒരു ചായ്വ് ഉണ്ടാകണം. അവർക്ക് കൽദായ പാരമ്പര്യത്തിൽ ചായ്വ് ഉള്ളതുപോലെ നമുക്ക് ലത്തീൻ സഭയുടെ പാരമ്പര്യത്തിൽ ഒരു ചായ്വ് ഉണ്ടാകണം, എങ്കിലേ ശരിയാവൂ. അപ്പോൾ ഈ സുഹൃത്ത് വികാരി ജനറോട് ചോദിച്ചു, അപ്പോൾ ഈ മലബാറിലുള്ള രൂപതകൾ അവർക്ക് ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഒരു ചായ്വ് വേണ്ടേ? അവർ മുസ്ലിംസാണല്ലോ കൂടുതൽ, മുസ്ലിം സഹോദരന്മാരാണ് കൂടുതൽ. അപ്പോൾ ആ ജില്ല തന്നെ ഏതാണ്ട് മുസ്ലിം ജില്ല പോലെയാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അവിടെ ലത്തീൻകാരും കുറവാണ്, പിന്നെ കൽദായ സഭക്കാരും കുറവാണ്. അവിടെയുള്ളത് മുസ്ലിം സഹോദരന്മാരാണ്. അപ്പോൾ അവിടെയുള്ള കുർബാനയ്ക്ക് ഇസ്ലാമിക ചായ്വ് വേണ്ടേ അച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ വാക്ക് മുട്ടിയ പോലെ വികാരി ജനറാളച്ചൻ ഇങ്ങനെ മൗനമായി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അച്ചോ അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ അച്ഛൻ പറഞ്ഞു ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി ആ സൈഡിലൊക്കെ ഓർത്തഡോക്സ്, യാക്കോബായ സഭകളുള്ളത് കൊണ്ട് അങ്ങോട്ട് ചായ്വ്, ഇവിടെ നമുക്ക് ലത്തീൻകാരുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ചായ്വ്. ലത്തീൻ സഭയ്ക്ക് എന്തെങ്കിലും ചായ്വില്ലാത്ത? ലോകമാസകലം ലത്തീൻ സഭയുണ്ട്. അവിടെ ഓരോ രൂപതയ്ക്കും ഓരോ ചെറിയ പ്രദേശങ്ങൾക്കും ഓരോ ചായ്വുണ്ടോ? അവരുടെ കുർബാനയിൽ, ലത്തീൻ കുർബാനയിൽ നമ്മൾ എവിടെ പോയി പങ്കെടുത്താലും അടിസ്ഥാനപരമായി എല്ലാം ഒന്ന് തന്നെയല്ലേ? നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ലത്തീൻ സഭയിലെ കുർബാന അതിനൊരു ഏകീകൃത സ്വഭാവമുണ്ട്. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. എവിടെയാണെങ്കിലും ഈ ലോകമാസകലം നമ്മൾ ഈ കേരളത്തിൽ ഇട്ടാവട്ട സ്ഥലത്തായി പറയണേ, 100-120 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വ്യത്യാസങ്ങൾ പറയണേ.
ഇത് ഈ ലോകമാസകലമുള്ള ലത്തീൻ സഭയിൽ ഇങ്ങനൊരു ആശയക്കുഴപ്പം ഇല്ലെന്ന് മാത്രമല്ല, കുർബാനയ്ക്ക് ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സഭയ്ക്ക് ഒരു ഐക്യതയുണ്ട്. അത് ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോ എന്തുകൊണ്ടാണ് ഈ അവരെ പ്രാദേശികമായ വിജാതി ആചാരങ്ങൾ സ്വാധീനിക്കാത്തത് എന്ന് ഈ സുഹൃത്ത് എൻ്റെ ഈ പറഞ്ഞ വികാരി ജനറലോട് ചോദിച്ചു. വികാരി ജനറലിന് വീണ്ടും മൗനം, ഉത്തരം പറയുന്നില്ല. അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറയാണ്, അവർ പറയും 2 കാര്യങ്ങൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു അച്ചോ. 2 കാര്യങ്ങൾ. ഒന്ന്, രൂപതയിലെ ഏറ്റവും തലപ്പത്തുള്ള വൈദികരാണ് ഈ പറഞ്ഞ വികാരി ജനറാളും കൂട്ടരൊക്കെ. മെത്രാൻ കഴിഞ്ഞാൽ പിന്നെ അവരാണ് രൂപതയെ നയിക്കുന്നവർ. മറ്റച്ഛന്മാർക്കെല്ലാം നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ ഇവരാണ്. ഈ തലപ്പത്തുള്ള വികാരി ജനറാൾ തുടങ്ങിയുള്ള വൈദികരുടെ അജ്ഞത ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭകളുടെ ഇടയിൽ താമസിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കൽതായ സ്വഭാവം ഉള്ളത് എന്നും, നമ്മൾ താമസിക്കുന്നത് ലത്തീൻകാരുടെ ഇടയിലായതുകൊണ്ട് നമുക്ക് ലത്തീൻ ചായ്വ് വേണമെന്നും, മലബാറിൽ ഇസ്ലാമിക ചായ്വ് വേണമെന്നും, വാരണാസിയിലാണെങ്കിൽ നമുക്ക് ഹൈന്ദവ ചായ്വ് വേണമെന്നൊക്കെ പഠിപ്പിക്കുന്ന ജനറാളച്ചന്മാര് അവര് രൂപതയെ നയിച്ചാൽ എന്തായിരിക്കും ആ രൂപതകളുടെ ഗതി? ലിറ്ററേച്ചറുടെ കാര്യത്തിൽ പറയണേ, മറ്റു കാര്യങ്ങളുടെ കാര്യമല്ല പറയണേ. ലിറ്ററേച്ചറുടെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളിലും അവരുടെ അറിവ് എത്രയുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചോദിച്ചത് ലിറ്ററേച്ചറിയെ കുറിച്ചാണ്. അതിൽ കഠിനമായ പാപകരമായ അജ്ഞതയാണ് ഈ വികാരി ജനറാളച്ചനുള്ളത്. ഈ ആത്മായ സുഹൃത്ത് എന്നോട് പറയുക, ഈ ഞങ്ങളെ നയിക്കേണ്ട വൈദികർക്കും വൈദികരെ നയിക്കേണ്ട ജനറാളച്ചന്മാർ തുടങ്ങിയുള്ളവർക്കും ഇങ്ങനെ അജ്ഞതയുണ്ടായാൽ നമ്മുടെ സഭയുടെ ഗതി എന്തായിരിക്കും? അത് ഓർത്തിട്ടാണ് എനിക്ക് ഞെട്ടലാണ്, അമ്പരപ്പാണ്, പരിഭ്രമമാണ്. മാത്രമല്ല, ആരാണ് ഈ ഓർത്തഡോക്സുകാര്, ആരാണ് യാക്കോബയക്കാര്, അവരെ കൂതാച്ചിൽ നമ്മുടെ സഭ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഈ വക കാര്യങ്ങളൊന്നും തന്നെ ഈ ജനറാളച്ചൻ അറിഞ്ഞുകൂടാ. അപ്പോൾ രൂപതയുടെ അവസ്ഥ മാത്രമല്ലല്ലോ, ഇങ്ങനെയുള്ളവരാണ് പിന്നെ തലപ്പത്ത് വരാനിരിക്കുന്നത്. അപ്പോൾ രൂപതകളുടെയും നമ്മുടെ സഭയുടെയും ദുരവസ്ഥ ഓർത്തിട്ട് എനിക്ക് ഞെട്ടൽ മാത്രമല്ല, ഒരു പരിഭ്രമവും ഒരു അന്താളിപ്പൊക്കെയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് അവർ പറഞ്ഞ ഒന്നാമത്തെ ഞെട്ടൽ. രണ്ടാമത്തത്, ഈ ജനറാളച്ചന്റെ പാപകരമായ പ്രാദേശികവാദം. നമ്മൾ ഇവിടെ ലത്തീൻകാരുടെ ഇടയിൽ താമസിക്കുന്നത് കൊണ്ട് ലത്തീൻ ചായ്വ് വേണം. ഒരു 50 കിലോമീറ്റർ അപ്പുറത്ത് അവർ യാക്കോബായ കാരുടെ ഇടയിൽ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് യാക്കോബായ ചായ്വ് വേണം. കുറച്ചുകൂടി അപ്പുറത്ത് പോയാൽ ഓർത്തഡോക്സ് ചായ്വ് വേണം. ഇപ്പുറത്ത് പോയാൽ മുസ്ലിം ചായ്വ് വേണം. അപ്പുറത്ത് പോയാൽ ഹിന്ദു ചായ്വ് വേണം. എന്തൊരു പാപകരമായ പ്രാദേശികവാദമാണ് ഈ പറയുന്നത്. ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ ഇങ്ങനെ ഓരോ 50 കിലോമീറ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ 30 കിലോമീറ്റർ കഴിയുമ്പോഴും പാരമ്പര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കണമെന്ന് പറയണമെങ്കിൽ എന്തുമാത്രം ഈ അജ്ഞത പാപമായി തീരുന്ന, അറിവില്ലായ്മ പാപമായി തീരുന്ന അവസ്ഥ മാത്രമല്ല, പ്രാദേശികമായിട്ട് പാപകരമായ പ്രാദേശികവാദം. നമ്മുടെ സംസ്കാരം അതല്ലല്ലോ, അവരുടെ സംസ്കാരം അതല്ലേ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഐക്യതയെ, ലിറ്ററേച്ചറുടെ ഐക്യതയെ തുരങ്കം വെക്കുന്ന നേതൃത്വം. അതാണ് അവർ പറഞ്ഞ രണ്ടാമത്തെ ഞെട്ടല്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മളിപ്പം ഫരീദാബാദ് രൂപത്തിലും മറ്റു രൂപത്തിലൊക്കെ പറയുന്ന സംഗതി, മെത്രാന്മാർക്ക് ചില അവകാശങ്ങളുണ്ട്. മെത്രാന്മാർക്ക് ചില അവകാശങ്ങളുണ്ട്. ആ പേരും പറഞ്ഞിട്ടാണ് നമ്മൾ വലിയൊരു തെറ്റ് അത് തിരുത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മെത്രാന്മാരെ തിരുത്തിയത്. അതായത് മെത്രാന്മാരെല്ലാവരും ഒപ്പുവയ്ക്കും ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ പറഞ്ഞ്, എന്നിട്ട് അതത് രൂപത്തിൽ വന്നിട്ട് നടപ്പാക്കില്ല. അതിനവർ പറഞ്ഞ ന്യായം എന്താണ്? ഡിസ്പെൻസേഷൻ കൊടുക്കാൻ, ഒഴികഴിവ് കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അങ്ങനെ രൂപതയ്ക്ക് മൊത്തമായി ഒഴികഴിവ് കൊടുക്കുക. അങ്ങനെ കൊടുത്താണ് ഈ 99 എടുത്ത തീരുമാനം 2021 നടപ്പാക്കാതെ പിന്നെയും കൊണ്ടുപോയത്. ഞങ്ങൾ മെത്രാന്മാർക്ക് അധികാരമുണ്ടെന്നാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു അങ്ങനെയില്ല. ഒഴികഴിവ് എന്ന് പറഞ്ഞാൽ ഏതാനും ആളുകൾക്ക് ഏതാനും സമയത്തേക്ക്, ഏതാനും മാസത്തേക്ക് കൊടുക്കുന്നതാണ്. അല്ലാണ്ട് ഒരു രൂപതയ്ക്ക് മൊത്തമായിട്ട് എല്ലാ കാലത്തേക്കുമായി ഒഴികഴിവ് കൊടുക്കുക, അങ്ങനെ ഒരു അധികാരം മെത്രാന്മാർക്ക് ഇല്ല. അത് 2022 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പറഞ്ഞത്. അതുവരെ മെത്രാന്മാർ വിചാരിച്ചിരുന്നത് അവർക്ക് അധികാരമുണ്ടെന്നാണ്. ഇപ്പോഴും അവർ വിചാരിക്കുന്നത് ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്നാണ് പറയണേ. ഞങ്ങൾക്കുള്ള അധികാരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് പലരും പറയുന്നത്. ടെക്നിക്കലി ശരിയായിരിക്കാം, സാങ്കേതികമായിട്ട് ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ എന്തിനാണ് അധികാരം? അധികാരം കൊടുത്തിരിക്കുന്നത് ഐക്യത ഉണ്ടാക്കാനാണ്, വിഭാഗിത ഉണ്ടാക്കാനല്ലല്ലോ. സവിശേഷമായ അധികാരം നൽകിയിരിക്കുന്നത് കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ നമ്മൾ ചില എക്സെപ്ഷൻ കൊടുക്കേണ്ടി വരും. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് എല്ലാവരുടെയും ഒരുപോലെ കുർബാന അർപ്പിക്കുന്ന കാര്യം കൊണ്ടുവരാനല്ലേ.
ഈ വിഭാഗീയത ശാശ്വതീകരിക്കാനായിട്ട് ഏതെങ്കിലും മെത്രാന് കർത്താവ് ഈശോ മിശിഹായോ കത്തോലിക്ക സഭയോ അധികാരം കൊടുത്തിട്ടുണ്ടോ? ലിറ്റർജിയിൽ ഏകീകൃത സ്വഭാവം വരുത്തുന്നതിലൂടെ സഭയിൽ ഐക്യത ഉണ്ടാക്കാൻ വേണ്ടിയാണ് മെത്രാന്മാർക്ക് അജപാലനപരമായ ചില സവിശേഷ അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് വിഭാഗീയത ശാശ്വതീകരിക്കാൻ വേണ്ടിയിട്ടല്ല, നൈരന്തര്യമാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ പാപകരമായ പ്രാദേശികവാദം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ്, ഈ എൻ്റെ ഓഫീസിൽ സംഭവിച്ചൊരു കാര്യം, ബിബ്ലി അക്കാദമിയുടെ ഓഫീസിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന ഒരു എഞ്ചിനീയറുണ്ട്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം വായിക്കും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചില സംശയങ്ങളും ഇടയ്ക്ക് അദ്ദേഹത്തെ എന്നെ കാണാൻ വരും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്നിട്ട് ആത്മാവിൻ്റെ വാളെന്ന് പറഞ്ഞ 5 വോളിയം പുസ്തകമുണ്ട് ഞാൻ എഴുതിയത്. അതിൻ്റെ കോപ്പി വാങ്ങിച്ചു. അദ്ദേഹം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടാമത് കോപ്പി വാങ്ങിച്ചപ്പോൾ എന്താണ് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വികാരിച്ചൻ്റെ പ്രസംഗം കേട്ട് മടുത്തിട്ട്, അതായത് ചപ്പ് ചവറാണ് പറയണേ. അപ്പോൾ ഈ പുസ്തകം ഞാൻ കൊണ്ടുകൊടുത്തിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛൻ ഈ പുസ്തകം വായിച്ചിട്ട് അച്ഛൻ പ്രസംഗിക്കൂ. എന്നിട്ട് അത് ചെയ്തു. അദ്ദേഹം ആ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട്, ഈ ഓരോന്നിനും 1000 മേലെ വിലയുണ്ട്, 5 വോളിയങ്ങൾ വാങ്ങിച്ചിട്ട് വികാരിച്ചന് സമ്മാനമായി കൊടുത്തിട്ട് പറഞ്ഞു, ഈ പുസ്തകമെങ്കിലും വായിച്ചിട്ട് അച്ഛൻ പ്രസംഗിക്കൂ, ഈ ചവർ തന്നെ പറയാതിരിക്കൂ. അത് അൽമായരെ നയിക്കേണ്ട വൈദികരെ അൽമായർ നയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അറിവുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് അറിവില്ല. അവരുടെ അറിവില്ലായ്മ കേട്ട് ജനം, അവരെക്കാൾക്ക് എത്രയോ അറിവുള്ള ജനമാണ് അവിടെ ഇരിക്കുന്നത്. അവർ ഇവരുടെ അറിവില്ലായ്മ കേട്ട് സഖി കെട്ടിട്ട് ചില പുസ്തകങ്ങൾ വാങ്ങിച്ച് സമ്മാനമായി കൊടുക്കുകയാണ്. ഇത് വായിച്ചിട്ട് പ്രസംഗിക്കുമെന്നാണ് അദ്ദേഹം, ആ എഞ്ചിനീയറായ 19 വയസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹം ഈ വികാരിച്ചനോട് പറഞ്ഞത്. ഈ പുസ്തകമെങ്കിലും വായിച്ചിട്ട് അച്ഛൻ പ്രസംഗിക്കൂ. ഇത് നമുക്കത്ര ശോഭനമായ സംഗതിയല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നമ്മളെ നയിക്കേണ്ടവർക്ക് അറിവില്ലെങ്കിൽ എങ്ങനെ നയിക്കും? എല്ലാ ദിവസവും പ്രസംഗം പറയുന്നു, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പ്രസംഗം പറയുന്നു. അറിവില്ലാത്തവര് അറിവുള്ളവരെ നയിക്കുന്ന ഒരവസ്ഥ ചിന്തിച്ചു വെക്കാൻ. കുരുടനെ നയിക്കുന്നു കർത്താവ് പറഞ്ഞത്. ഇത് അങ്ങനെയല്ല. കുരുടൻ കണ്ണുള്ളവരെ നയിക്കുകയാണ് എവിടേക്ക്? ഇരുട്ടിലേക്ക്. കുരുടൻ കാഴ്ച കാണുന്നവരെ ഇരുട്ടിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് മാറണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരായിട്ട് വൈദികരുണ്ടെങ്കിൽ, ഈ എൻ്റെ സുഹൃത്ത് ജനറാൾസിനെ വിളിച്ചാലൊന്നും മാറ്റമൊന്നും ഉണ്ടാകില്ല. എങ്കിലും നിങ്ങൾ അവരോട് പറയണം, സ്നേഹബുദ്ധിയെ പറയണം, നിങ്ങളുടെ പ്രസംഗമെല്ലാം ബോറാണ്, അതുകൊണ്ട് ഇച്ചിരി വായിച്ചിട്ട് അറിവുണ്ടായിട്ടൊക്കെ ഒന്ന് പഠിക്കണം. പിന്നെ ശത്രുതയൊക്കെ മാറ്റിവെച്ചിട്ട് പറ്റുമെങ്കിൽ മാണിപ്പറമ്പലച്ചൻ്റെ പുസ്തകവും മാണിപ്പറമ്പലച്ചൻ്റെ വീഡിയോസും നിങ്ങളൊന്ന് കേട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു നോക്കുക. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 10 പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ ഒരു മാറ്റം വന്നാലോ. സങ്കടത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഈ ഇത് ഭോഷത്വമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് അറിഞ്ഞുകൂടെ, കേൾക്കുന്നവർക്കറിയാം. അവർ പറഞ്ഞ മണ്ടത്തരമാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ മണ്ടത്തരമാണെന്ന് കേൾക്കുന്നവർക്കറിയാം. ഇതാണ് അവസ്ഥ. അതിനാൽ ഇത് നമ്മുടെ പ്രശ്നമാണ്, എന്റെയും നിങ്ങളുടെയും പ്രശ്നമാണ്, നമ്മുടെ അച്ഛന്മാരുടെ പ്രശ്നമാണ്. ഇത് അച്ഛന്മാർ തമ്മിൽ ശത്രുത ഉണ്ടാക്കാനുള്ള പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം, നമ്മുടെ സഭയുടെ പ്രശ്നം. ആ അറിവുണ്ടാകാനുള്ള ശ്രമം, അറിവും വിശുദ്ധിയും വേണം. അറിവും വിശുദ്ധിയും ഉണ്ടാകാനുള്ള ശ്രമം നമ്മൾ നടത്തണമെന്ന് വിനീതമായിട്ട് ഞാൻ പിന്നെയും പറയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.